ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ LPPയുടെ സിലബസിൽ പാർട്ട് 1 പറഞ്ഞിരിക്കുന്നതാണ് കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്ക്. കേരള ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ. അതിലവർ എടുത്തു പറഞ്ഞിരിക്കുന്നത് പഴശ്ശി വിപ്ലവവും വേലുത്തമ്പിയും പാലിയത്തച്ഛനും അതേപോലെ കുറിച്യർ കലാപവുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു സീരീസിലേക്ക് നമുക്ക് പോകാം. 30 മാർക്കിനാണ് ക്വസ്റ്റ്യൻ. എപ്പോഴത്തെയും പോലെ ഞാൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എത്രയായാലും അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. സംഘടിതം ഈ വാക്കിനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. ഏതാണ്? പഴശ്ശി കലാപം, മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, കുറിച്യർ കലാപം. ഏതാണ് ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. കണ്ടോ, ഈ 5 തെങ്ങും ആറ്റിങ്ങലും വരുമ്പോഴായിരിക്കും ഡൗട്ട് വരുന്നത്. ഇവിടെ നമുക്കറിയാം സംഘടിതം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ, ആറ്റിങ്ങൽ കലാപമാണ്. 5 തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? 5 തെങ്ങ് കോട്ട. 5 തെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. 5 തെങ്ങ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ, തിരുവനന്തപുരം. എവിടെയാണ് 5 തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, തിരുവനന്തപുരത്താണ് 5 തെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമേത്? 4ാമത്തെ ക്വസ്റ്റ്യനാണിത്. ആറ്റിങ്ങൽ കലാപം, ചാന്നാർ ലഹള, പൂക്കോട്ടൂർ കലാപം, 5 തെങ്ങ് കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തകയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി, 5 തെങ്ങ് കലാപം. 5 തെങ്ങ് കലാപം നടന്ന വർഷമേത്? 1691, 1697, 1695, 1693. ഏതാണ് 5 തെങ്ങ് കലാപം നടന്ന വർഷം? ഓപ്ഷൻ ബി, 1697. അതായത് 5 തെങ്ങ് കലാപം എന്ന് പറയുമ്പോഴേക്കും എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തകയുമായി ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണ്ടകശാലയായിരുന്നു എന്തെന്ന് പറയുന്നത്? 5 തെങ്ങെന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരത്തെ ഈ 5 തെങ്ങിൽ ഈ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാനായിട്ട് ആരാണ് അനുമതി നൽകിയത്? അത് നമ്മുടെ അന്നത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയാണ് അതിന് അനുവാദം നൽകുന്നത്. 5 തെങ്ങ് കോട്ട പണി കഴിപ്പിക്കുവാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം നേടിയെടുത്തിയത് ആരാണെന്ന് ചോദിക്കാം. അതാരാണ്? ജോൺ ബ്രാബോൺ. ആരാണ്? ജോൺ ബ്രാബോൺ. ഓക്കെ, ജോൺ ബ്രാബോൺ ആണ് ഉമയമ്മ റാണിയിൽ നിന്ന് ഈ കോട്ട പണി കഴിപ്പിക്കാനായിട്ട് അനുവാദം നേടിയത്. അതേപോലെ 1684 എന്ത് ചെയ്യുന്നുണ്ട്? പണ്ടകശാല തുറക്കുന്നതിനും 1684 പണ്ടകശാല തുറക്കുന്നത്. 1690 കോട്ട കെട്ടാനുള്ള അനുമതി നൽകുന്നത്. അങ്ങനെ 1695 ആയപ്പോഴേക്കും കോട്ടയുടെ പണി പൂർത്തിയാകുകയാണ്. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ മറ്റു പണ്ടകശാലകൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? വിഴിഞ്ഞം, അതേപോലെ തലശ്ശേരി. 5 തെങ്ങ്, വിഴിഞ്ഞം, തലശ്ശേരി, ഇവിടെ 3ഇടത്തുമാണ് ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പണ്ടകശാലകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു PPTയുടെ കളറ് മാറ്റണമെന്ന അഭിപ്രായം വന്നിട്ടുണ്ട്. ഞാനത് പതുക്കെ ചെയ്തു തരാം. അതിൻ്റെ പുറകെ നിന്നാൽ എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ സമയം കിട്ടത്തില്ല. ഒരു 1-2 ദിവസത്തിനുള്ളിൽ ഞാനത് സെറ്റാക്കിക്കോളാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് ഓപ്ഷൻ ഡി, 5 തെങ്ങ്. ഇവിടെ തന്നെ നമുക്ക് ഏതൊക്കെ ഓപ്ഷനായിട്ട് വരാം? വിഴിഞ്ഞം, 5 തെങ്ങ്, തലശ്ശേരി. ഇതൊക്കെ ഓപ്ഷൻ വന്നാൽ നമുക്ക് ഡൗട്ട് വരും. കാരണം വിഴിഞ്ഞവും 5 തെങ്ങും തലശ്ശേരിയും എന്തായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പണ്ടകശാലകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇതാണ് 5 തെങ്ങാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്താണ് വേണ്ടത്? യോജിക്കാത്ത പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ്. ശരിയായ പ്രസ്താവനയാണ്. 1721 ഇത് നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 5 തെങ്ങ് കലാപം എന്നാണ് 1697. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. അതും ശരിയായ പ്രസ്താവനയാണ്. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. ആണോ? അല്ല. ആറ്റിങ്ങൽ കലാപം എന്തായിരുന്നു? ആറ്റിങ്ങൽ കലാപാനന്തരം നടത്തി ഉടമ്പടിയായിരുന്നു എന്ത്? മാർത്താണ്ഡവർമ്മ ഒപ്പിട്ട വേണാട് ഉടമ്പടി. 1723 മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും ചേർന്ന് ഒപ്പുവെക്കുന്നത്. അതാണ് വേണാട് ഉടമ്പടി എന്ന് പറയുന്നത്. അത് ആറ്റിങ്ങൽ കലാപാനന്തരം ഉണ്ടായൊരു ഉടമ്പടിയാണ്.
ഓക്കെ. അതേപോലെ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നു? വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഗിഫോർഡ് എന്ന് പറയും. ഗിഫോർഡ്. പിന്നെന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നോക്കാം, നമുക്ക് അടുത്ത ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനയാണ്. സോ ഏതാണ് ആൻസർ വരുന്നത്? യോജിക്കാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ 4 മാത്രമാണ്. സോ ഓപ്ഷൻ സി ആണ് യോജിക്കാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. ഇനി ഇവിടെ ഒരു കറണ്ട് അഫെയർ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് 2021 ഏപ്രിൽ 15. നമുക്കറിയാം ഈ ഏപ്രിൽ 15 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. അപ്പോൾ 2021 ഏപ്രിൽ 15 ഇതിൻ്റെ എത്രാം വാർഷികമായിരിക്കും? 300-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് എന്താണ്, ഈ ഓരോ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കറണ്ട് അഫെയർ അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് കേരള ചരിത്രം പാർട്ട് 1-ൽ നിന്ന് 2 കറണ്ട് അഫെയർ ഉണ്ട്. അത് ഏതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ, കേരള നവോത്ഥാനം ആയിക്കോട്ടെ, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതേപോലെ തന്നെ ലോക നദീ സംസ്കാരങ്ങൾ, അതൊക്കെ തന്നിട്ടുണ്ട് ആദ്യത്തെ പാർട്ട് 1-ൽ. അതിൽ നിന്ന് 2 മാർക്കും കറണ്ട് അഫെയർ ആയിട്ട് അവർ കറക്റ്റ് നമ്മുടെ സിലബസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ 2 മാർക്കും നമുക്ക് കറണ്ട് അഫെയറിലേക്ക് പോകും. 12 മാർക്കാണ് പാർട്ട് 1-ലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കറണ്ട് അഫെയർ ആയത് 2021 ഏപ്രിൽ 15 300-ാം വാർഷികം ആഘോഷിച്ച ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? ആറ്റിങ്ങൽ കലാപമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, കുറിച്യർ കലാപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമെന്ന് ആദ്യത്തേതെന്ന് ചോദിച്ചിട്ട് നമുക്കിവിടെ 5 തെങ്ങ് തന്നിട്ടില്ല. സോ നമുക്കവിടെ എന്തായിരിക്കും, ഇതിലേതായിരിക്കും ആദ്യത്തേത് നടന്നത്? ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമായിരുന്നു? പയ്യന്നൂർ, തളിപ്പറമ്പ്, തലശ്ശേരി, പാനൂർ. എവിടത്തെയായിരുന്നു? ഓപ്ഷൻ ഡി തലശ്ശേരിയിൽ നിന്നുള്ള സംഘമായിരുന്നു നടത്തുന്നത് ഈ ആറ്റിങ്ങൽ കലാപത്തെ അടിച്ചമർത്തുന്നത്. അതേപോലെ തന്നെ ഈ ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആരായിരുന്നു? വേണാട് രാജാവാണ് ആദിത്യവർമ്മയായിരുന്നു ആ സമയത്തെ വേണാട് രാജാവ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? അപ്പോൾ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ടതാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വെലുത്തമ്പി ദളവ, കുഞ്ഞാലിമരയ്ക്കാർ, ശക്തൻ തമ്പുരാൻ, പഴശ്ശിരാജ. ആരാണ്? ഓപ്ഷൻ ഡി വീര കേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയായിരിക്കും? കേരള സിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയാണ്. ആരാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കരാണ്. സോ വീര കേരള സിംഹം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി പഴശ്ശിരാജ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ബന്ധപ്പെടാത്ത പ്രസ്താവന, യോജിക്കാത്ത പ്രസ്താവന, യോജിക്കുന്ന പ്രസ്താവന, ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആകരുത്. മലബാർ പ്രദേശത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. ഒളിപ്പോരിൽ പ്രഗത്ഭനായിരുന്നു. ബ്രിട്ടീഷ് അധികാരികളെ വെല്ലുവിളിച്ചു. എളുപ്പമാണല്ലേ? ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ, ആദ്യത്തെ സമരം എന്ന് പറയുന്നത്. സോ അതെന്തായിരിക്കും? ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏതാണ്? കയ്യൂർ സമരം, പുന്നപ്ര വയലാർ സമരം, മലബാർ ലഹള, പഴശ്ശി വിപ്ലവം. ഏതാണ്? ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവമാണ്. കണ്ണൂർ ജില്ലയിലാണ് പുരളിമല. പുരളിമല എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ച് രാജയെന്നും കെട്ടിയോട്ട് രാജയെന്നും പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ആര്? പഴശ്ശിരാജ, പാലിയത്തച്ഛൻ, വേലുത്തമ്പി ദളവ, മാർത്താണ്ഡവർമ്മ. ആരാണ്? ഓപ്ഷൻ എ പഴശ്ശിരാജയാണ്. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണെന്ന്? കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ഓപ്ഷൻ എ MT വാസുദേവൻ നായരാണ്. ഓക്കെ. അപ്പോൾ ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരായിരുന്നു? ഇതിൻ്റെ സംവിധായകനാണ് ആര്? ഹരിഹരൻ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളണം. എവിടെ നിന്നും എങ്ങനെയും ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടൊക്കെ ചോദിക്കാം. അതേപോലെ തന്നെ ഈ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ചൊരു കൃതിയുണ്ട്. ഏതാണത്? വീരകേരളം മഹാകാവ്യം. വീരകേരളം
മഹാകാവ്യം എന്നത് ആര് രചിച്ചതാണ്? കൈതക്കൽ ജാതവേദൻ. അതേപോലെ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. അതാരുടെയാണ്? പഴശ്ശി സമരങ്ങൾ. അത് KN കുറുപ്പിൻ്റെയാണ് പഴശ്ശി സമരങ്ങൾ. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് കളക്ടർ അങ്ങനെ ഏതോ ഒരു പോസ്റ്റിന് വേണ്ടി, സബ് കളക്ടർ പോസ്റ്റിന് അങ്ങനെ എന്തിനോ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് KN കുറുപ്പ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്നുള്ളത്. അതേപോലെ തന്നെ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകമുണ്ട്. അതാരുടെയാണ്? മുണ്ടക്കയം ഗോപിയുടെയാണ്. അതേപോലെ പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരളസിംഹം എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അതായത് കേരളസിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയതാണ് ആര്? സർദാർ KM പണിക്കർ. അപ്പോൾ വീരകേരളം മഹാകാവ്യമാരുടെയാണ്? കൈതക്കൽ ജാതവേദൻ. പഴശ്ശി സമരങ്ങളാരുടെയാണ്? KN കുറുപ്പ്. മുണ്ടക്കയം ഗോപി രചിച്ചത് ഏതാണ്? പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ സർദാർ KM പണിക്കറാണ്. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏത്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് 1797 അതായത് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത് ഏത് വർഷമാണ്? 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളത്തിൽ പട്ടാളക്കാരെ നിയോഗിച്ചത്. കുറുമ്പ്രനാട്ട് രാജാവ് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത്. ടിപ്പു സുൽത്താൻ്റെ പതനം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു അദ്ദേഹത്തിന് എന്താണ് പ്രധാന കാരണമായിട്ട് പറയുന്നത്. 1793 ആരംഭിച്ച് 1797 ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് നായരും മാപ്പിളമാരും ഗോത്ര ജനതകളും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? പഴശ്ശിയെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ 1797 മാർച്ച് 18 ബ്രിട്ടീഷ് ക്യാമറൂൺ എന്ന ആളുടെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് എന്ത് ചെയ്യുന്നത്? സൈന്യത്തെയാണ് നമ്മുടെ പെരിയ ചുരത്തിൽ വെച്ച് പഴശ്ശിപ്പട ആക്രമിക്കുന്നത്. ആരുടെ സൈന്യത്തെയാണ്? മേജർ ക്യാമറൂൺ. പെരിയ ചുരത്തിൽ വെച്ച് 1797 1797 മാർച്ച് 18. ഓക്കെ. അതേപോലെ ഈ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നുണ്ട്. അതിന് ആരായിരുന്നു ഇടനിലക്കാരനായിട്ട് നിന്നത്? ചിറക്കൽ രാജാവായിരുന്നു ഇടനിലക്കാരനായിട്ട് നിന്നത്. ഓക്കെ. ഈ പഴശ്ശി വിപ്ലവത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ക്ലാസ്, അതായത് നമ്മുടെ PSC ബുള്ളറ്റിനിലും അതേപോലെ നമ്മുടെ ഏതിലാണ് ശ്രീധരമേനോൻ്റെ ബുക്കിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് ഒക്കെ വെച്ചിട്ടൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരതൊന്ന് കയറി കണ്ടു നോക്കാം. അതിലും നമ്മുടെ പഴശ്ശി വിപ്ലവം എന്താണ് ഏതാണ് സകല ചരിത്രവും അതിൽ പറഞ്ഞിട്ടുണ്ട്. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ഏതാണ്? ഓപ്ഷൻ എ പഴശ്ശി കലാപം. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ പഴശ്ശി കലാപം എന്നുള്ള ആൻസർ അല്ല, ഈ ക്വസ്റ്റ്യനാണ് പഠിക്കേണ്ടത്. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു. ചിലപ്പോൾ ഇവരുടെ 3 പേരുടെ പേര് തന്ന് 4ാമത് വേറൊരാളുടെ പേര് തന്നിട്ട് പഴശ്ശി വിപ്ലവവുമായി ബന്ധമുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ. അതേപോലെ അത്തൻ ഗുരുക്കളുണ്ട്, ചെമ്പൻ പോക്കറുണ്ട്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ ഇവയൊക്കെ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഈ എടച്ചേന കുങ്കനും തലക്കൽ ചന്തു ഒക്കെ പനമരം കോട്ട പിടിച്ചെടുക്കുന്നുണ്ട്. അത് ഏത് വർഷമാണെന്നറിയോ? 1802 ഇവർ പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ പനമരത്താണ്. ഓക്കെ. ഈ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ഒരാളുണ്ട്. അതാണ് ആരാണെന്നറിയാവോ? പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആര്? കേണൽ ആർതർ വെല്ലസ്ലി. ഓക്കെ. എന്നാണ് പഴശ്ശിരാജാവ് മരിക്കുന്നത്? 1805 നവംബർ 30 പഴശ്ശിരാജാവ് മാവിലാന്തോട് എന്ന സ്ഥലത്തിൽ വെച്ച് അദ്ദേഹത്തിന് മരണമടയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടി എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് അഞ്ചരക്കണ്ടി എന്ന സ്ഥലം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, അഞ്ചരക്കണ്ടി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയണം അത് എവിടെയാണ്? കണ്ണൂരാണ്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ അഥവാ ഗൊറില്ല യുദ്ധം നടത്തിയത് ആരാണ്? ഓപ്ഷൻ സി പഴശ്ശിരാജാവാണ്. പാലിയത്തച്ഛൻ, ശക്തൻ തമ്പുരാൻ, പഴശ്ശിരാജ, മാർത്താണ്ഡവർമ്മയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ആൻസർ വരുന്നത് പഴശ്ശിരാജയാണ്.
ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ ആരായിരിക്കും? ഓപ്ഷൻ സി കുറിച്യരും കുറുമ്പരുമാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ ഗോത്രവർഗക്കാരായി പങ്കെടുത്തവരാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യ കലാപത്തിന്റെ നേതാവാര്? കുറിച്യർ കലാപത്തിന്റെ നേതാവാരാണ്? നങ്ങേലി, പഴശ്ശിരാജ, രാമനമ്പി, എടച്ചേന കുങ്കൻ നായർ. ആരാണ്? ഓപ്ഷൻ സി രാമനമ്പിയാണ്. കുറിച്യർ കലാപം നടന്ന വർഷം ഏത് വർഷമാണ് കുറിച്യർ കലാപം നടക്കുന്നത്? 1812 കുറിച്യർ കലാപം നടക്കുന്നത്. 1812 മെയ് 8 ഇതിനെ അടിച്ചമർത്തുന്നത്. 1812 മെയ് 1 എന്ത് സംഭവിക്കുന്നുണ്ട്? രാമനമ്പിയെ വധിക്കുന്നുണ്ട്. കുറിച്യരോടൊപ്പം ആരായിരുന്നു? അതേപോലെ കേരളത്തിൽ തന്നെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. കറണ്ട് അഫെയർ ആണ്, പഠിച്ചു വെച്ചോ. കറണ്ട് അഫെയർ ആണ്. ഏതാണ്? കേരളത്തിൽ തന്നെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് കുറിച്യർ കലാപം. എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന പ്രസ്താവനയോടുകൂടി നടത്തിയതായിരുന്നു അല്ലേ? കണ്ടോ? അതേ അടുത്ത ക്വസ്റ്റ്യൻ. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യവുമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണ്? ഓപ്ഷൻ സി കുറിച്യർ കലാപമാണ്. നാട്ടുകൂട്ടമിളക്കം എന്ന ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നേതാവാരാണ്? വേലുത്തമ്പി ദളവ, വീരപാണ്ഡി കട്ടബൊമ്മൻ, കിട്ടൂർ ചിന്നമ്മ, പഴശ്ശിരാജ. ആരാണ്? ഓപ്ഷൻ എ വേലുത്തമ്പി ദളവയാണ്. 1799 ഈ സംഭവം നടക്കുന്നത്, നാട്ടുകൂട്ടമിളക്കം. അതായത് ആ സമയത്തെ ദുർഭരണത്തിനെതിരെ വേലുത്തമ്പി എന്താ അവിടുത്തെ നാട്ടുകാരെയൊക്കെ നമ്മൾ ഇളക്കി വിടുക എന്നുള്ളത്, അതായിരുന്നു നാട്ടുകൂട്ടമിളക്കം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതായിരിക്കും? കയ്യൂർ ലഹള, മലബാർ കലാപം, വേലുത്തമ്പി ഉപ്പ് സത്യാഗ്രഹം, വേലുത്തമ്പി കലാപം. ഇതെല്ലാം ഏകദേശം 1900 ആ സമയങ്ങളിൽ നടന്നതാണ്. സോ വേലുത്തമ്പി കലാപമാണ് ഇതുമായി ബന്ധമില്ലാത്തത്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയത്? കേണൽ ലീഗർ, ലഫ്റ്റനന്റ് ഗോർഡൻ, തോമസ് ഹാർവേ ബാബർ, ആർതർ വെല്ലസ്ലി. ആരാണ്? അത് ഓപ്ഷൻ എ കേണൽ ലീഗറാണ്. ഓക്കെ, അതായത് അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു ആര്? വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്തായിരുന്നു? വേലായുധൻ ചെമ്പകരാമൻ എന്നതായിരുന്നു. അദ്ദേഹം ദിവാനായത് ഏത് വർഷമാണ്? 1802 അദ്ദേഹം ദിവാനായി വരുന്നത്. 1799 നാട്ടുകൂട്ടമിളക്കം എന്ന പ്രക്ഷോഭം അദ്ദേഹം സംഘടിപ്പിക്കുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിക്കുന്നത്. നമ്മുടെ സെക്രട്ടേറിയറ്റ് സ്ഥാപിക്കുന്നത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി ദളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് എന്തെന്നറിയപ്പെടുന്നത്? തിരുവിതാംകൂർ പട്ടാള ലഹള. 1804 നടന്ന തിരുവിതാംകൂർ പട്ടാള ലഹള. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് ആരായിരുന്നു? നമ്മുടെ പാലിയത്തച്ഛനാണ്. അതേപോലെ ഇതേമായി ബന്ധപ്പെട്ടതാണ് എന്ത്? കുണ്ടറ വിളംബരം അല്ലേ? അതെന്താണെന്ന് നമുക്ക് നോക്കാം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1809. 1809 ജനുവരി 11 എന്ത് സംഭവിക്കുന്നത്? കുണ്ടറ വിളംബരം നടക്കുന്നത്. ആരാണത്? വേലുത്തമ്പി ദളവയാണത് പുറപ്പെടുവിക്കുന്നത്. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ എന്താണ് ആഹ്വാനം ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ്. അതായത് സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് കുണ്ടറ വിളംബരം എന്ത് ചെയ്യുന്നത്? ഊന്നൽ നൽകിയത്. എവിടെയായിരുന്നു ക്ഷേത്രം? കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? കുണ്ടറ വിളംബരം നടക്കുന്നത്. അതേപോലെ കുണ്ടറ വിളംബര കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു ആര്? കേണൽ മെക്കാളെ എന്നറിയപ്പെടുന്നത്. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് ഏത്? 1809 ജനുവരി 15 നടന്ന കൊല്ലം യുദ്ധം. 1809 ജനുവരി 15 നടന്ന കൊല്ലം യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ടത് ഏത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഈ കൊല്ലം യുദ്ധം എന്ന ഓപ്ഷനിൽ തന്നാൽ നമുക്ക് എന്താ ഡൗട്ട് വരും. പക്ഷെ എന്താണ്? കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമായിരുന്നു ഏത്? 1809 ജനുവരി 15 നടന്ന കൊല്ലം യുദ്ധം. തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം ഏതാണെന്ന്. ജനനസ്ഥലം നമ്മുടെ UP ടീച്ചറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. ജനനസ്ഥലം ഏതാണ്? ഓപ്ഷൻ എ തലക്കുളമാണ്. തളിക്കുളം എന്നൊക്കെ തന്നിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ എ തലക്കുളമാണ് വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം. സ്മാരകം എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ? വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
മണ്ണടിയാണ്. അതേപോലെ വാൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വേലുത്തമ്പിയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നേപ്പിയർ മ്യൂസിയത്തിലാണ്. 2010 മെയ് 6 ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം പോസ്റ്റൽ വകുപ്പ് എന്ത് ചെയ്യുന്നത്? സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. ഓക്കെ. അതേപോലെ തന്നെ വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് എവിടെയാണ്? ധനുവച്ചപുരം. തിരുവനന്തപുരത്തിലെ ധനുവച്ചപുരത്താണ് വേലുത്തമ്പി ദളവയുടെ പേരിലുള്ള കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം എന്ത് ചെയ്യുന്നുണ്ട്? കെട്ടിത്തൂക്കിയിടുന്നുണ്ട്. അത് എവിടെയാണെന്നറിയാവോ? അതാണ് നമ്മുടെ കണ്ണമ്മൂല. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി എന്ത് ചെയ്യുന്നത്? കെട്ടിത്തൂക്കിയിടുന്നത്. അതേപോലെ വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്യുന്നത് ഏത് വർഷമാണ്? 1809 ഇദ്ദേഹത്തെ പിടികൂടാനായിട്ട് കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാനായിരുന്നു ആര്? ഉമ്മിണിത്തമ്പി ആയിരുന്നു ഇദ്ദേഹത്തെ പിടികൂടാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഓക്കെ. അപ്പോൾ നമ്മുടെ 30 ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. എന്നത്തെയും പോലെ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. കേരള ചരിത്രത്തിലെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മുടെ അത്യാവശ്യം റീസെൻ്റായിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് പഠിക്കുക. ഇനി എന്താണ്? വെറും 30 ദിവസം കൂടിയേ നമ്മുടെ എക്സാമിനുള്ളൂ. ഓർമ്മ വേണം എല്ലാവർക്കും. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്